ശബരിമല സ്വർണ്ണപ്പാളി കേസ് തലയ്ക്ക് മുകളിൽ വാളുപോലെ കിടക്കുകയാണെന്ന യാഥാർത്ഥ്യം CPM തിരിച്ചറിയുന്നുണ്ട്. ശബരിമലയിൽ സ്വർണം കട്ടവരെ അഴിക്കുള്ളിലാക്കുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുമാണ് CPM പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമാണ് CPMന് കണ്ണു തുറന്നത് എന്നറിയാത്ത ആരുമില്ല. ഒരുപക്ഷെ കോടതി കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ പത്മകുമാർ അടക്കമുള്ള കള്ളന്മാർ ഇന്നും പൊതുമധ്യത്തിൽ സുഖമായി ജീവിക്കുമായിരുന്നു. എന്നിട്ടും തങ്ങളാണ് കള്ളന്മാരെ പിടിച്ചതെന്ന രീതിയിലാണ് CPM പാർട്ടി നിൽക്കുന്നത്. വളരെ നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസ് CPMനെ വിഴുങ്ങി നിൽക്കുന്നത്. ഇനി അഴിക്കുള്ളിലാകാൻ ബാക്കി നിൽക്കുന്നത് പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളിയും കൂടി അകത്തായാൽ പിന്നെ CPMന് നിൽക്കക്കളി ഇല്ലാതാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത് മുന്നിൽ കണ്ട് പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങൾ CPM തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി കേസിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ CPMൽ ആലോചനകൾ നടക്കുന്നത്. അങ്ങനെയായാൽ അത് പാർട്ടിക്കും മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കരകയറാൻ വയ്യാത്ത പ്രതിസന്ധിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് നേതൃത്വത്തിന്റെ നീക്കമെന്ന് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാവ് A പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള സാഹചര്യം പാർട്ടി സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്ത് ഭാവി കാര്യങ്ങളിൽ ധാരണയുണ്ടാക്കുമെന്ന് CPM ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം കട്ടക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാർ അറസ്റ്റിലായതോടെയാണ് പാർട്ടി ആകെ വെട്ടിലായത്. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇതിന്റെ പേരിൽ പ്രതിരോധത്തിലേക്ക് പോയാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നവരെ അതേ നാണയത്തിൽ നേരിടണമെന്നാണ് പൊതുവിൽ അഭിപ്രായം ഉയർന്നിരിക്കുന്നത്. ശബരിമലയിൽ UDFന്റെയും മറ്റു കാലത്ത് നടന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉൾപ്പെടെ ഉയർത്തി പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഉടൻ തുടങ്ങും എന്നാണ് പാർട്ടി അറിയിക്കുന്നത്. അതിനൊപ്പം ഇപ്പോൾ നടന്ന വെട്ടിപ്പിലൊന്നും പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കുമെന്നും പറഞ്ഞൊഴിയാനാണ് നീക്കം നടക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എങ്കിലും സർക്കാർ എന്ന നിലയിൽ വേണ്ട ഇടപെടൽ നടത്തി തടി രക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയും. എന്നാൽ അതിനൊന്നും മുതിരാതെ നിഷ്പക്ഷ അന്വേഷണത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നത് തന്നെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്നതിന് തെളിവാണെന്നും പൊതുസമൂഹത്തിൽ ഉന്നയിക്കാനാണ് നീക്കം നടക്കുന്നത്. പത്മകുമാർ പുകഞ്ഞ കൊള്ളിയാണെന്നും പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ അയാൾ ഇനി എന്തു മൊഴിയും കൊടുത്താലും ഒരു കാര്യവുമില്ലെന്നും ജനത്തെ ബോധിപ്പിക്കാനുള്ള ശ്രമവും പാർട്ടി നടത്തുന്നുണ്ട്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ പേര് പത്മകുമാർ പറയാനുള്ള സാധ്യത CPM മുൻകൂട്ടി കാണുന്നുമുണ്ട്. എന്നാലും വാസുവിനെയും പത്മകുമാറിനെയും പോലെ അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ പ്രതിയാക്കാൻ കഴിയില്ലെന്ന് പാർട്ടിക്കൊരു ധാരണയുണ്ട്. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ മന്ത്രിക്കോ സർക്കാരിനോ ഇടപെടാനാവില്ല എന്നാണ് അതിനായി ഉയർത്തുന്ന വാദം. എന്നാലും കടകംപള്ളിയിലേക്ക് ഇതെത്തി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ തന്നെ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറും. സംഘടനാ സംവിധാനം എത്രയൊക്കെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചാലും അതുണ്ടാക്കുന്ന ക്ഷീണം മറികടക്കാൻ പാർട്ടിക്ക് സമീപകാലത്ത് എങ്ങും കഴിഞ്ഞെന്ന് വരില്ല എന്നതാണ് യാഥാർത്ഥ്യം.